Ramadan Majlis. Ramadan Majlis. Cleanse your soul with Radio Malayalam 98.6 FM. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റമളാൻ മജ്ലിസിൽ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് തസ്നീം. റമളാനിലെ ഖുർആനാണ് വിഷയം. റമളാനും ഖുർആനും എത്രമേൽ ഇഴചേർന്നതാണെന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞവരാണ് നാം എല്ലാം. ഖുർആനില്ലാത്ത ഒരു റമളാനിനെ കുറിച്ച് ചിന്തിക്കാനേ സാധിക്കില്ല. കാരണം റമളാനിൽ ആഘോഷിക്കപ്പെടുന്നത് ഖുർആൻ തന്നെയാണ്. റമളാനായാലും ഖുർആനായാലും മനുഷ്യർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹവും കാരുണ്യവും തന്നെ. റമളാൻ മനുഷ്യരുടെ മേൽ പ്രതീക്ഷയുടെ കുളിർക്കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. എത്ര തന്നെ പാപങ്ങളാൽ മൂടപ്പെട്ടവനായാലും അതെല്ലാം മായ്ക്കപ്പെട്ടും കരിച്ചു കളയപ്പെട്ടും ഒരു പുതിയ മനുഷ്യനായി ജീവിതം തുടങ്ങാമെന്ന പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകുന്ന റമളാൻ. ഖുർആനാകട്ടെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട് വിഷമിച്ച് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഉത്തരങ്ങളായും തുറസായും മുന്നിലേക്കുള്ള വഴികൾ തുറന്നു കാണിക്കുന്ന ഒരു വഴി വെളിച്ചവുമാണ്. റമളാനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഖുർആനിലൂടെ തന്നെയാണ്. റമളാൻ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിനു മുന്നിൽ കടന്നുവരുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ശാരീരിക ക്ഷമതയുടെ വഴികളും രോഗമുക്ത ചിന്തകളും ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഉത്തരങ്ങളെയല്ല. അവൻ നോക്കേണ്ടത് ഖുർആനിലേക്കാണ്. സൂറ ബഖറ 183 അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി. അതെ, നാം അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മെ പിന്നിലേക്ക് വലിക്കുന്ന ഒരുപാട് പ്രലോഭനങ്ങൾ, അടങ്ങാത്ത ആഗ്രഹങ്ങൾ, അലസമായ ചിന്തകൾ, ഇതിനെയെല്ലാം മറികടക്കാൻ മാത്രം ഉറച്ച മനസ്സും മനക്കരുത്തും പക്വതയും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വിശ്വാസി റമളാനിലൂടെ നേടേണ്ട ലക്ഷ്യം. റമളാൻ ഇതിനുവേണ്ടി മനുഷ്യനെ പാകപ്പെടുത്തുന്ന ഒരു പരിശീലന പരിപാടി തന്നെയാണ്. വെറും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതല്ല റമളാൻ. മറിച്ച് അള്ളാഹു പറയുന്ന സമയത്ത് കഴിക്കാതിരിക്കുകയും അവൻ പറയുന്ന സമയങ്ങളിൽ കഴിക്കുകയും അവൻ നിഷ്കർഷിക്കുന്ന വേളകളിൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണങ്ങളെ തടഞ്ഞുവെക്കുകയും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പിടിച്ചു നിർത്തുകയും ക്ഷമയെ വളർത്തിയെടുക്കുകയും നമ്മുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഇബാദത്താണ് റമളാൻ. നമ്മുടെ മനസ്സകങ്ങളിലാണ് റമളാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. റമളാൻ അത്രമേൽ അള്ളാഹുവുമായി അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ് അവൻ പറയുന്നത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ നൽകും. ഈ ഒരു റമളാൻ മാസത്തിലാണ് മനുഷ്യരിൽ നിന്നൊരാളെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. അള്ളാഹു നമ്മോട് സംസാരിക്കാൻ തുടങ്ങിയത്, ഖുർആൻ എന്ന കാരുണ്യം നമ്മിലേക്ക് മഴയായി വർഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നാം റമളാനിൽ ഖുർആന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങളെ മാത്രം ചേർത്തു നിർത്തുന്ന ഒരു ആഘോഷമായി പോകുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. നമ്മളിൽ പലരും 20, 30, 40 റമളാനുകൾ ഖുർആനുമായി ആഘോഷിച്ചു പോയവരാണ്. എന്നാൽ അതിലെ അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ നാം എങ്ങനെ നമ്മുടെ സൃഷ്ടാവിനെ കണ്ടെത്തും? അള്ളാഹുവിന് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ റബ്ബുമായി അടുക്കാനുള്ള വഴികൾ നമ്മൾ എങ്ങനെ അറിയും? മാത്രമല്ല, നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും ഉത്തരങ്ങളും അള്ളാഹു വാതിലുകളായി ഖുർആനിലൂടെ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട്. ഇന്ന് കേരള സമൂഹം ഭയത്തോടെയും അന്താളിപ്പോടെയും നോക്കി നിൽക്കുന്ന ഒരു വലിയ ചോദ്യമാണ് വളർന്നു വരുന്ന യുവതലമുറ. ലഹരിക്കും സ്വാതന്ത്ര്യ ചിന്തകൾക്കും അടിമപ്പെട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, ലക്ഷ്യബോധമില്ലാത്ത ഒരു പുതുതലമുറ. എവിടെയാണ് നമുക്ക് പിഴച്ചത്? അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് ഖുർആന്റെ മനോഹാരിതയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോവാൻ നാം എപ്പോഴോ മറന്നുപോയിരിക്കുന്നു. ഖുർആനിലൂടെ വളരുന്ന ഒരു തലമുറക്ക് സമൂഹത്തിൽ തനിക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കും. ഒരു സഹജീവിയെ പോലും അന്യായമായി വേദനിപ്പിക്കാൻ അവന് കഴിയില്ല. കുടുംബത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും ബോധമുള്ളവനായിരിക്കും. നൈമിഷിക സുഖങ്ങൾക്കപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു ലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നവനായിരിക്കും. ഖുർആൻ മാത്രമാണ് നിത്യവും പൂർണ്ണവുമായ ഒരു പരിഹാരം. ഖുർആനിലൂടെ ഈ കാലഘട്ടത്തെ സുന്ദരമാക്കേണ്ടിയിരിക്കുന്ന ബാധ്യത നമുക്കുണ്ട്. പ്രാർത്ഥനകളുടെ മാസമായ റമളാനിൽ അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്ന മനോഹരമായ പ്രാർത്ഥനകളിലൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ടോ? ഖുർആനിലൂടെ അള്ളാഹുവിനെ കേട്ടുകേട്ടിരുന്ന് പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആവലാതികളും പരാതികളും ആഗ്രഹങ്ങളും പങ്കുവെച്ച് അവനുമായി അടുക്കുന്ന ആ നിമിഷങ്ങളാണ് റമളാനെ പൂർണ്ണമാക്കുന്നത്. റൂമി പറഞ്ഞ പോലെ, വസന്തം വന്നാൽ നിന്നെ തൊടാൻ എനിക്കെന്തെല്ലാം വഴികളാണെന്നോ, ഖുർആൻ തീർത്ത വസന്തമാണ് റമളാൻ. റമളാൻ എന്ന വസന്തത്തിലൂടെ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ തൊട്ടറിയാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ. Ramadan Majlis.